ഒരു പെൺകുട്ടിയുടെ കഥയാണിത്. സ്കിറ്റിന്റെ പേര് ഫ്രം വെയിറ്റിംഗ് ടു റിസീവിംഗ് എ സ്റ്റോറി ഓഫ് ഫെയ്ത്ത്. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തു വെച്ച് രണ്ട് സഹോദരിമാർ തമ്മിൽ കണ്ടുമുട്ടുന്നു. സിസിലിയെ, ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നിന്നെ കണ്ടില്ലല്ലോ, നീ എവിടെ പോയിട്ട് വരുവാ? അമ്മാമ്മേ, ഇന്ന് കൊച്ചിന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയേക്കുമായിരുന്നു. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരുന്നു. ഇന്ന് എന്താ പാസ്റ്റർ പ്രസംഗിച്ചേ? വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയായിരുന്നു ഇന്നത്തെ. ഇന്ന് നമ്മുടെ പാസ്റ്റർ പ്രസംഗിച്ചത് തന്നെ പുതിയൊരു വചന വെളിപ്പാടായിരുന്നു. പൊട്ടക്കിണറ്റിൽ വീണ യോസഫിനെ കുറിച്ചാണ് ഇന്ന് പ്രസംഗിച്ച്. ഓ, വാഗ്ദത്ത നിവർത്തിയെ കുറിച്ചല്ലേ? അതൊക്കെ ഒത്തിരി കേട്ടതമ്മേ. കുഞ്ഞെ, അതവിടെ കിട്ടേ? അല്ല സിസിലിയെ, വാഗ്ദത്തമൊക്കെ ഉണ്ട്. യോസഫിന് സ്വപ്നം ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കേണ്ട പ്രതികൂലം അവൻ സ്വപ്നത്തിൽ കണ്ടതേയില്ല. അവന്റെ ജീവിതത്തിൽ സഹോദരന്മാരിൽ നിന്നുള്ള നിന്ദയുണ്ടായിരുന്നു, പൊട്ടക്കിണറുണ്ടായിരുന്നു, കാരാഗ്രഹം ഉണ്ടായിരുന്നു, പൊത്തീഫറിന്റെ വീടുണ്ടായിരുന്നു. ഇതൊന്നും അവൻ സ്വപ്നത്തിൽ കണ്ടില്ല. അല്ലേലും വാഗ്ദത്തമുള്ളവനല്ലേ പ്രതികൂലമുള്ളൂ. മോളെ, ഇഞ്ചക്ഷൻ എടുത്തിട്ട് മോക്ക് വേദന ഉണ്ടോ? അതൊക്കെ അങ്ങ് മാറും മോളെ. അമ്മാമ്മേ, അമ്മാമ്മയുടെ പോലെ എന്ത് പറയുന്നു? ഓ, ഒന്നും പറയണ്ട സിസിലിയെ, അവൻ ഭയങ്കര വികൃതിയാണ്. ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകും. അച്ഛനെ വിളിക്കാൻ വേണ്ടി വിമാനത്താവളത്തിൽ പോയതിനു ശേഷം ഏത് നേരവും വിമാനം പറത്തി കളിക്കുക. ഇപ്പൊ പൈലറ്റ് ആകാമെന്ന് പറഞ്ഞ് നടക്കുക. മോൾക്ക് എന്താവാനാ ആഗ്രഹം? എന്നാ പോട്ടെ അമ്മാമ്മേ, അച്ഛൻ പാടത്തേന്ന് വരാൻ സമയമായി. സമയത്തിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ പുള്ളിക്കാരനെ ഭയങ്കര ദേഷ്യമാണ്. വർഷങ്ങൾക്ക് ശേഷം നിസി വളർന്ന് വലുതായി. +2-ന് ഉന്നത വിജയം കൈവരിച്ചതിന് ശേഷം ഒരു സായാഹ്നത്തിൽ നിസിയും നിസിയുടെ സഹോദരി രൂത്തും തമ്മിലുള്ള സംഭാഷണം. ചേച്ചി +2 കഴിഞ്ഞില്ലേ? ഇനി ചേച്ചിക്ക് എന്താവാൻ ആഗ്രഹം? എടി, കൊച്ചിലെ മുതലേ എനിക്ക് ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. നടക്കുമോ എന്തോ അറിഞ്ഞൂടാ. ചേച്ചി, അതിനൊക്കെ പൈസ വേണ്ടേ? എന്തായാലും ഞാൻ പപ്പയായിട്ടുള്ള സ്റ്റോപ്പിൽ നോക്കാം. തപ്പേ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, എന്തോ പറയാനാ മോളെ, ഇന്ന് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് നല്ല ക്ഷീണം. തപ്പേ, എന്നാ ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ? കൂടെ കഴിക്കാൻ ചീനിയും ചമ്മന്തിയും ഉണ്ട്, അതോടെ ഒന്ന് കൊണ്ടുവരട്ടെ? എന്താ മോളെ, പതിവില്ലാതൊരു സ്നേഹം. എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ, മോള് പറ. എനിക്കല്ല തപ്പേ, ചേച്ചിക്കാണ്. ചേച്ചിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന്. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവളും ഒന്ന് പറയട്ടെ. നിനക്കൊന്നും പഠിക്കാനില്ലേ? നീ പോയി പഠിക്കേ. എന്താ നിനക്ക് പറയാനുള്ളത്? പപ്പേ, എനിക്ക് കൊച്ചിലെ മുതലേ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം. ഓ, അതൊക്കെ ഭയങ്കര പൈസ ചെലവുള്ള കാര്യമാണ്. നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. അത് മാത്രമല്ല, കൃഷിക്കാരന്റെ മകൾക്ക് അതിന് പറ്റിയ പഠിപ്പിന് പോയാൽ പോരായോ? അച്ഛൻ എന്നോട് ചിന്തിച്ചു നോക്ക്. ഇതെല്ലാം നമ്മുടെ നിസിമോളുടെ ആഗ്രഹത്തിന് വേണ്ടിയല്ലയോ? അച്ഛൻ പറഞ്ഞത് അവൾക്ക് ഒത്തിരി വിഷമമായി. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഉള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ. നമുക്ക് നോക്കാൻ വെച്ചാൽ അവളുടെ ആഗ്രഹമല്ലേ. എന്തെങ്കിലും വഴി ദൈവം തുറക്കാതിരിക്കില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രസംഗം കേട്ടതല്ലേ, വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണുമെന്ന്. മരിച്ച ലാസറിനെ പോലും ഉയർപ്പിച്ച ദൈവമല്ലേ നമ്മുടെ ദൈവം. ദൈവം ഒരു വഴി തുറക്കാതിരിക്കില്ല. ഞാനായിട്ട് ഇനി അമ്മയുടെയും മോളുടെയും ആഗ്രഹത്തിന് എതിര് നിൽക്കുന്നില്ല. എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തു. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ശ്രമിക്കാം. വിശ്വസിച്ച ദൈവത്തിന്റെ
വർഗീസ് തന്റെ ഉറ്റ സുഹൃത്തായ തോമസിനെ കാണാൻ പോകുന്നു. എന്താണ് ഈ വഴിയൊക്കെ? കുറെ നാളായല്ലോ കണ്ടിട്ട്. കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? ഒന്നും പറയണ്ടടാ, ഈ വർഷം കൃഷിയൊക്കെ വളരെ മോശമായിരുന്നു. അറിയാമല്ലോ ഇപ്പോഴത്തെ വെയില്, എല്ലാം കരിഞ്ഞു മുണങ്ങിയുമെല്ലാം പോവാ. നിന്റെ മൂത്തമ്മയുടെ പഠിത്തമൊക്കെ എന്തായി? കഴിഞ്ഞോ? അവളിപ്പോ +2 കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അവൾക്ക് ഡോക്ടറോ മറ്റോ ആവണോന്നൊക്കെയാണ് പറയുന്നത്. എനിക്കാണെ ഇതിനെ പറ്റി ഒന്നും അറിയത്തുമില്ല. അതുപോലെ നിന്റെ മകൻ ഡോക്ടറിനല്ലേ പഠിക്കുന്നത്? അപ്പൊ നിനക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കുമല്ലോ. നീ അതെനിക്കൊന്ന് പറഞ്ഞു തരാമോ? എടാ, അതിന് ഭയങ്കര പൈസ ചെലവുള്ള കാര്യമാണ്. എന്നാലും അതിന് നീറ്റ് എക്സാം ഉണ്ട്. അത് എഴുതി കഴിഞ്ഞാൽ ഫീസ് കൊടുക്കാതെ പഠിക്കും. നീറ്റോ? അതെന്തുവാടാ? ഒരു എക്സാമാണ്. ആ എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ കൊടുത്ത് പഠിക്കാം. എനിക്കറിയാവുന്ന ഒരു കോച്ചിങ് സെന്റർ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നിസ്സിയെ വർഗീസ് അങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിന് കൊണ്ടു ചേർക്കുന്നു. എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ അവൾ പ്രതീക്ഷിച്ച പോലെയുള്ള സാഹചര്യമല്ലായിരുന്നു അവളെ കാത്തിരുന്നത്. അവളുടെ ദർശനത്തിൽ നിന്നും ഡോക്ടർ ആകണമെന്നുള്ള സ്വപ്നത്തിൽ നിന്നും അകറ്റത്തക്ക പോലെയുള്ള പ്രയാസങ്ങൾ അവൾക്ക് റൂംമേറ്റ്സിൽ നിന്നും നേരിടേണ്ടി വരുന്നു. നീ ഇങ്ങനെ ബൈബിൾ വായിച്ച് സമയം കളയുന്ന കൊച്ചേ, വല്ലതും പഠിക്കാൻ നോക്ക്. ഞങ്ങൾ ഇവിടെ തലയെ കുത്തി നിന്ന് പഠിച്ചിട്ട് പോലും സമയം തികയുന്നില്ല. ഞാനൊരു ബന്ധുക്കോസ്താരി കൊച്ചാണ്. എനിക്ക് എൻ്റെ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലടി, പ്രവൃത്തിയിലാണ് കാര്യം. നീ പഠിച്ചാ നിനക്ക് കൊള്ളാം, അല്ലെ നിന്റെ കാര്യം പോക്കാം. അങ്ങനെ പഠനവുമായി നിസ്സി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു എക്സാമിൽ നിസ്സി തോറ്റു പോവുകയും അവളുടെ റൂംമേറ്റ്സ് അവളുടെ ചുറ്റിനും തന്നെ കളിയാക്കുകയും അവളെ മാനസികമായി തളർത്തുകയും ചെയ്യുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നടി നിന്റെ വിശ്വാസം പ്രാർത്ഥനയും? ഇപ്പൊ തോറ്റ് തൊപ്പിയിട്ട് കിടക്കുക. അയ്യടാ അവളുടെ ഒരു പ്രാർത്ഥന. ഇപ്പൊ 8 നിലയിൽ പൊട്ടിയല്ലോ. നിന്റെ ദൈവം എവിടെ പോയി? അല്ലെങ്കിൽ ഈ കൃഷിക്കാരന്റെ മക്കൾക്കൊന്നും പറ്റിയ പണിയൊന്നുമില്ല ഈ MBBS. ഞങ്ങളെ പോലെ ക്യാഷ് ടീമിനെ പറ്റിയ പണിയായിരുന്നു. അങ്ങനെ നിസ്സി തന്റെ റൂംമേറ്റ്സിൽ നിന്നുള്ള മാനസിക പീഡയും പരീക്ഷയിലുള്ള തോൽവിയും എല്ലാം കൂടെ അവളെ ഡിപ്രഷനിലേക്ക് ആക്കുകയും ഒരു ആശ്വാസവാക്കിനായി അമ്മയെ വിളിക്കുമ്പോൾ എന്താണ് ഈ 11 സമയത്ത് ഒരു വിളി? അമ്മ, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അമ്മ, റൂംമേറ്റ്സ് ഒക്കെ എന്നെ മാനസിക ഒത്തിരി താഴ്ത്തുക. ഞാൻ എത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിനായിട്ട് വില കൊടുത്തിട്ടും എനിക്ക് മാത്രം ഇങ്ങനെ. നീ പഠിക്കാത്തതിന് ദൈവത്തെ കുറ്റം പറഞ്ഞ എന്താണ് കാര്യം? നിനക്കറിയാലോ എങ്ങനെയാ നമ്മൾ എൻട്രൻസ് കൊണ്ട് ചേർത്തതെന്ന്. ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയതിന് 4 അക്ഷരം പഠിപ്പിക്കാൻ പറ്റപ്പോ നീ അവിടെ നിന്ന് പഠിക്കാതെ ദൈവത്തെ കുറ്റം പറയുന്നു. ഞങ്ങൾക്ക് നിന്റെ കാര്യം മാത്രമല്ല, ഏവരെ കൊച്ചിന്റെ കാര്യം കൂടെ നോക്കണം. അമ്മ, അമ്മ എന്നെ ഒട്ടും മനസ്സിലാക്കുന്നില്ലല്ലോ. അമ്മ, പപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ല. അമ്മയ്ക്കെങ്കിലും എടി, നീ എന്ത് വഴി പറയുന്നേ? എനിക്കിവിടെ 100 കൂട്ടം പണി കിടക്കുമ്പോഴും അതിനിടയ്ക്ക് അവിടെ ഒരു ചിണുങ്ങല്. നീ വെച്ചിട്ട് പോയി. നിസ്സി ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയിലായിരിക്കുന്ന കാര്യം സിസിലി വർഗീസിനോട് പറയുന്നു. അച്ഛായ, നമ്മുടെ നിസിമോളെ രാവിലെ വിളിച്ചായിരുന്നു. അവൾക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. അവൾക്ക് ആകെ എന്തോ ഭയങ്കര വിഷമമാണെന്നാ തോന്നുന്നത്. അവളെ അവിടുത്തെ കൂട്ടുകാരൊക്കെ കൂടെ ചേർന്ന് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തുവാന്നോ വിഷമിക്കുവാന്നോ ഒക്കെ അവൾ പറയുന്നേ. എന്തോ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഹോസ്റ്റലൊക്കെ പറ്റുന്നില്ല. വിഷാദമോ? അവക്കെന്ത് വിഷാദം? എന്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവളെ പോലുള്ള മറ്റു പിള്ളേരും അവൾക്ക് പറ്റുമെങ്കിൽ ഇവക്കെന്താ പഠിച്ചാല്? ഇല്ലാത്ത കാശും മുടക്കി അവളെ പാച്ചാപ്പെട്ടിട്ട് ഇപ്പൊ പാച്ചാ പയ്യ എന്നിട്ട് അവളുടെ ഡിപ്രഷനാണ് പോലും. അവളുടെ ഡിപ്രഷൻ. നമുക്ക് പാസ്റ്ററോട് ഈ കാര്യം ഒന്ന് പറഞ്ഞാലോ? നിന്റെയൊക്കെ ആഗ്രഹം പോലെ ഓരോന്ന് കാണിച്ചിട്ട് ഇനി ഞാൻ എന്ത് വേണം? എന്താന്ന് വെച്ചാൽ ഇനി തലമുള്ളൂ ചെയ്തു. ഞാൻ ഇനി ഒന്നിനകത്ത് ഇടപെടാൻ പറ്റുന്നില്ല. ഇവളെ കണ്ടല്ലേ ആ ഇളയോറും വളരുന്നത്. അവളെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതിയായിരുന്നു. ഇനി എന്റെ ആകെയുള്ള പ്രതീക്ഷ അവളിൽ മാത്രമാണ്. സിസിലി അങ്ങനെ തന്റെ മകളെ കുറിച്ച് ഓർത്ത് ഒത്തിരി വിഷമിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ദിവസം അപ്രതീക്ഷിതമായി തന്റെ കൂട്ടു സഹോദരി ലില്ലി കടന്നു വരുന്നു.
അവർ തമ്മിലുള്ള സംഭാഷണത്തിലേക്ക്. ഇതാരും അമ്മാമ്മയോ? എന്താ അമ്മായി പതിവില്ലാതെ ഇങ്ങോട്ട്? എന്താ സിസിലി നിന്റെ മുഖം വിഷമിച്ചിരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? എനിക്കിന്ന് ഇങ്ങോട്ട് വരാനൊരു പ്രേരണ ഉണ്ടായി, അതാ വന്നത്. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പറ സിസിലി. ഞാൻ ആകെ വിഷമത്തില്ല അമ്മാമ്മൻ. എന്റെ മോൾക്ക് ആകെ സുഖമില്ല. പഠിക്കാൻ പോയിട്ട് അവളെ എല്ലാവരും ഒത്തിരി കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അച്ഛനെ ഒത്തിരി കുറ്റപ്പെടുത്തുക. സാരമില്ല സിസിലി, നമുക്ക് പ്രാർത്ഥിച്ച് ജയം ഏറ്റെടുക്കാം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. എത്ര പ്രതികൂലങ്ങളിലും നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവം കൂടെയുണ്ട്. അവളുടെ മേലുള്ള വാഗ്ദത്തം പോലെ അവൾ ഒരു ഡോക്ടർ ആവുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ മോനും ഇതേപോലെ പലവിധമായ പ്രയാസങ്ങളിലൂടെ പോയതാണ്. ഞങ്ങളെ പിരിഞ്ഞ് അവൻ നിന്നിട്ട് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ പലവിധമായ വിഷമങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നായിരുന്നു. പൂർത്തീകരിക്കാൻ പറ്റുമോന്ന് പോലും ഞങ്ങൾ സംശയിച്ചു. വിഷാദത്തിലിരിക്കുന്ന നിസ്സി മാതാപിതാക്കളുടെ സ്നേഹവും പരിചരണവും കിട്ടാത്തത് കാരണം പുതിയ ചതിക്കുഴികളിലേക്ക് അറിയാതെ വീഴുന്നു. ഒന്നുമില്ലടി, എനിക്കൊന്നും ഒരു താല്പര്യമില്ല. ഞാൻ വീട്ടിൽ വിളിച്ചായിരുന്നു. അവരുടെ കാര്യങ്ങളൊന്നും കേൾക്കുന്ന കാര്യമില്ല. അവർക്കാണെങ്കിൽ എന്നെ കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടം എന്നെ അനിത്യാണ്. അവരുടെ കാര്യങ്ങളിൽ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. സത്യമാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. എല്ലാ വീട്ടിലും എല്ലാ മക്കളോട് താല്പര്യം, പ്രത്യേകിച്ച് അപ്പന്മാർക്ക്. നിനക്കറിയാവോ, ഞാൻ പഠനത്തെക്കാൾ ഉപരി ഞാൻ ദൈവത്തിന് ഒത്തൊക്കെ കൊടുത്തത് മൊത്തം വിശുദ്ധിയോടെ ജീവിച്ചതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ വേണ്ടാന്ന് വരെ വെച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോടാ. അതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. ജീവിതം ഒന്നും അവിടെ. നിന്റെ അപ്പനമ്മയ്ക്കും പോയി നിന്റെ അനിയത്തിയോടാണ് കൂടുതൽ ഇഷ്ടം. നീ പോയി നിന്റെ ജീവിതം ജീവിക്കാൻ നോക്കും. നിന്നെ ഇഷ്ടപ്പെടാത്തവരെ നീ ഇഷ്ടപ്പെടണം. എടി, നീ വരുന്നോ? വൈകിട്ട് ഞങ്ങൾ പബ്ബിൽ പോകുന്നുണ്ടോ? ഇല്ലടി, ഞാൻ വരുന്നില്ല. ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയിട്ടില്ല. നിങ്ങൾ പോയിട്ടോ? എടി, ഇതൊക്കെ ജീവിതം ആസ്വദിക്കാനുള്ളത്. നീ ദൈവത്തെ മുന്നിൽ പിടിച്ചിട്ട് നിനക്ക് എന്നാ കിട്ടി? നിന്റെ അപ്പനമ്മയ്ക്ക് സഹോദരങ്ങൾക്ക് പോലും നിന്നെ സ്നേഹിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാൻ കഴിയുന്നില്ല. ഇനി എങ്കിലും നീ നിന്നെ തന്നെ സ്നേഹിക്കാൻ നോക്കും. നീ അവനെ കൂടുതൽ നിർബന്ധിക്കണ്ടടി. ഞാനും വരുന്നില്ല. നിനക്ക് വേണമെങ്കിൽ പോയിട്ട് വാ, ഞാൻ ഒക്കെ കൂട്ടിരുന്നോളാം. എടി, നിനക്ക് കേൾക്കണോ? എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ എന്റെ അപ്പനും എന്റെ അമ്മയ്ക്കും എന്തിനാണ് എന്റെ അനിയത്തിക്ക് പോലും എന്നെ വേണ്ടടി. അവരെന്നെ മനസ്സിലാക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. നീ വിഷമിക്കണ്ടടി, ഞാൻ കൂട്ടിന്. നീ വിഷമിക്കണ്ടടി, നിന്നെ ആര് സ്നേഹിച്ചില്ലേലും ഞാൻ സ്നേഹിച്ചോളാം. എടി, നീ വിഷമിക്കണ്ട. നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയും. അത് മതി. നീ എന്തേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കുന്ന ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. നമുക്കൊരുമിച്ച് ജീവിച്ചാലോ? നിസ്സി സൗഹൃദ വലയങ്ങളിൽ അകപ്പെട്ട് അവളുടെ ജീവിതം വഴിവിട്ടു പോകുന്നു എന്ന് മാതാപിതാക്കൾ അറിഞ്ഞ നിമിഷം എടി സിസിലി, ഇങ്ങോട്ട് നീ വാടി. നിന്റെ മോളോട് എന്തെടുക്കുമെന്നല്ലോ നിനക്ക് അറിയാമോടി? എന്ത് വെച്ചാ എന്ത് പറ്റി? നീ അവളെ പാട്ടും പ്രാർത്ഥനയായിട്ട് നടന്നോടി. നിന്റെ മോളവിടെ കാണിക്കുന്നത് നിനക്ക് അറിയത്തില്ലല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവളവിടെ വേണ്ടാത്ത രീതിയിലുള്ള കൂട്ടുകെട്ടിൽ അകപ്പെട്ടിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ സഹിക്കും. അച്ഛൻ എന്തേ പറയുന്നത്? അച്ഛൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് വേണ്ടി ഇത്രയും പ്രാർത്ഥിച്ചല്ലേ ഈ അഡ്മിഷനൊക്കെ കിട്ടി. എന്നിട്ടും ഇവിടെ ചീത്ത കൂട്ടുകാരത്തിലൊക്കെ പോയി എങ്ങനെയൊക്കെ തോന്നി ഇങ്ങനൊക്കെ ചെയ്യാൻ. ഞാനവിടെ
ഇവിടെ ചെറുപ്പം തൊട്ട് സൺഡേ സ്കൂളിലൊക്കെ എത്ര വിശുദ്ധിക്കുവാണ് കൊച്ച്. എങ്ങനെ സഹിക്കുമോ? പെട്ടെന്ന് ആകസ്മികമായ ഒരു ദിവസം അയ്യോ ഇടി നിന്റെ മൂക്കിൽ സോര വരുന്നടി. അയ്യോ അയ്യോ എന്താ? അയ്യോ അയ്യോ എന്റെ മൂക്കിൽ ചോര വരുന്നു. അയ്യോ എടി 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 കച്ചിലേക്ക് എടുത്തേ. അയ്യോ അവളുടെ കൂടെ ജീവിക്കാമെന്ന് പറഞ്ഞ ബെസ്റ്റി അങ്ങനെ അവളെ വിട്ടേച്ചു പോകുന്നു. ലോകസ്നേഹമോ താൽക്കാലികം, ദൈവസ്നേഹമോ നിത്യം. അമ്മേ അമ്മേ അമ്മേ. മോളെ നിസി, എന്ത് പറ്റി മോളെ? എന്ത് പറ്റി? നീ എന്താ പതിവില്ലാതെ കോളേജിൽ നിന്ന്? നീ കാര്യം പറ, നീ അമ്മയോട് കാര്യം പറ. അമ്മേ ഞാൻ മരിക്കാറാണ്. മോളെ നീ എന്താ പറയുന്നത്? അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നീ പറയുന്നത്? നീ തെളിച്ചു പറഞ്ഞേ. അമ്മേ ഞാൻ മരിക്കാതെ അമ്മേ. ഞാൻ ലോകത്തിന്റെ ഓഹളപ്പെട്ടു ദൈവത്തിൽ അകന്നു പോയി. ഞാനിപ്പോ ഒരു മാരാത്മത്തിനടുപ്പയാ. ഏത് നിമിഷം ഞാൻ മരിക്കുമെന്ന ഡോക്ടർ പറഞ്ഞേ. മമ്മി പപ്പയോടും അനിയത്തിയോടും പറയണേ, എനിക്ക് അവരോട് യാതൊരു വിരോധവും ഇല്ല എന്ന്. സാരമില്ല മോളെ, നിന്റെ മാനസാന്തരമാണ് ഏറ്റവും നല്ലത്. മോളെ നിന്റെ മേലൊരു വാക്തത്വമുണ്ട്. വാക്തത്വം നിറവേറാതെ നീ ഒരിക്കലും മരിക്കില്ല. നീ ജീവനോടിരുന്ന് യഹോവയോട് പ്രവർത്തിക്കുന്നവരുടെക്കും. മോളെ നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കാം. ദൈവം നിന്നോട് കൂടെയുണ്ട് മോളെ. നിനക്കൊന്നും സംഭവിക്കത്തില്ല. നിസി അങ്ങനെ തന്റെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് തന്റെ കുറ്റം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും മാതാപിതാക്കളുടെയും സഭയുടെയും കണ്ണുനീരിന്റെ ഫലമായി ദൈവം അവളെ അത്ഭുതകരമായി വിടുവിക്കുകയും ചെയ്തു. മാതാപിതാക്കളുടെയും സഭയുടെയും പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് അവൾ ഡോക്ടർ ആവുകയാണ്. ദൈവം വഴി വിട്ടുമാറിപ്പോകേണ്ടിയിരുന്ന നിസി അങ്ങനെ തന്റെ എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ച് ഡോക്ടർ എന്ന അവളുടെ വാഗ്ദത്തം പ്രാപിക്കുവാനിടയായി. യോസഫിന്റെ ജീവിതത്തിൽ അവനൊരു ദർശനമുണ്ടായിരുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളും അവനെ വണങ്ങുമെന്ന്. എന്നാൽ അവൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടിയിരുന്ന പ്രയാസങ്ങൾ അവൻ അറിഞ്ഞിരുന്നില്ല. നമുക്കും വാഗ്ദത്തങ്ങളുണ്ട്, എന്നാൽ അതിനിടയിൽ പ്രതിസന്ധികളുമുണ്ട്.
ആ പ്രതിസന്ധിയിൽ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകണം. ഈ സ്കിറ്റ് നമ്മളെ പഠിപ്പിക്കുന്നത് കഷ്ടതയും പ്രയാസങ്ങളും ഡിപ്രഷനും എല്ലാം മെസ്സിയെ അലട്ടിയെങ്കിലും ഒടുവിൽ പ്രാർത്ഥനയാലും വിശ്വാസത്താലും അവൾ തന്റെ പ്രതികൂലങ്ങളെ ജയിക്കുവാനിടയായി. പ്രതികൂലങ്ങളിൽ പതറാതെ വിശ്വാസത്തോടെ വാഗ്ദത്തങ്ങളിൽ കാത്തിരിക്കുന്നവരാവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു.